നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനോടകം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്രോൺ വെച്ചിട്ടുള്ള ഒരു കറിയാണ്, പ്രോൺസ് മോളി. അത് ഫിഷ് മോളി എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരു റെസിപ്പി തന്നെയാണ്, സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പത്തിനോടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ പ്രോൺ മോളിക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് ഡിവൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നടുക്ക് ഇങ്ങനെ ഒരു വെയിൻ പോലെ കാണും. അതിങ്ങനെ ഒരു കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യണം. അത് നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് സ്റ്റൊമക്ക് പെയിനൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഇത് നല്ലോണം ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസാണിത്. ഇതിലേക്ക് നമുക്ക് മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, നാരങ്ങ ജ്യൂസ്, അത് 1 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലോണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ മാരിനേഷൻ സെറ്റാവാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെച്ചിരിക്കാം. പ്രോൺസിന് മാരിനേഷന് വെച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. നമുക്കിനി ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിൽ 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഈ പ്രിപ്പറേഷന് ഏറ്റവും യോജിക്കുന്നത്. കാരണം നാടൻ പ്രിപ്പറേഷൻസിന് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സൈഡും 2 മുതൽ 3 മിനിറ്റ് വരെ ഫ്രൈ ചെയ്താൽ മതിയാവും. കാരണം ഇത് പിന്നെ ഗ്രേവിയിൽ കിടന്നും ഒന്ന് വേവാനുണ്ട്. അപ്പോൾ പ്രോൺസിന് ഒത്തിരി കുക്കിംഗ് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇതൊരു 2 മിനിറ്റ് ഇതിൽ ഫ്രൈ, ഓരോ സൈഡും 2 മിനിറ്റ് വീതം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഏതാണ്ട് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി സൈഡ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡും ഒരു 2 മിനിറ്റോളം ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം. ഈ സൈഡും കൂടെ നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഇനി നമുക്ക് ബാക്കി ഉള്ള പ്രിപ്പറേഷൻസും ചെയ്യാം. അതിൽ പക്ഷേ കുറച്ച് എണ്ണ കൂടെ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് കുറച്ചുകൂടെ എണ്ണ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുഴുവൻ മസാലകളൊക്കെ ആദ്യം ഇട്ട് കൊടുക്കാം. ഒരു പട്ടയുടെ ഒരു ചെറിയ പീസ് 2-3 കഷ്ണമായിട്ട് നുറുക്കിയത്, ഒരു 4 ഏലക്ക, അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചതച്ചെടുത്തത്, കാരണം അതിൻ്റെ ഫ്ലേവർ ഇതിലോട്ട് കറിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 5 ഗ്രാമ്പു. ഇത്രയാണ് ഇതിന് വേണ്ട മുഴുവൻ മസാലകൾ. അത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 6 മുതൽ 7 അല്ലി വരെ, ചെറിയ അല്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, വെളുത്തുള്ളി, അതിങ്ങനെ നീളത്തിലരിഞ്ഞത്, അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞ് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് രണ്ടും അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഇപ്പോൾ 250 ഗ്രാം പ്രോൺസ് അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു ചെറിയ സവാള മതിയാവും. അതിങ്ങനെ നീളത്തിൽ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് അതിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നമുക്കിത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് ഇങ്ങനെ നീളത്തിലരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ല, അപ്പോൾ ഈ കറിക്ക് ആകെ എരിവ് കൊടുക്കുന്നത് ഇതും കുരുമുളകും മാത്രമാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് 3 പച്ചമുളകാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പാകത്തിന് സോട്ടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഇതിലേക്കിട്ട് 2 മിനിറ്റ് ഇതിനോടൊപ്പം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ, 2ാം പാലാണിത്, ഒരു 1.5 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് ഈ കറി നല്ലോണം പ്രിപ്പയറായി കിട്ടേണ്ടത്. ഈ കറിയിൽ പാകത്തിന് ഉപ്പുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പാകത്തിനുണ്ട്, കാരണം തേങ്ങാപ്പാലൊന്ന് വറ്റി വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റോളം നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇനി 1ാം പാൽ ഒഴിക്കാനുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. കറി പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്. നമ്മൾ നല്ല ഇതായിട്ട് പൊടിച്ചല്ല, ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ ഈ കറിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ, 1ാം പാൽ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ധാരാളം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നോർമൽ ഫിഷ്മോളിയാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ സ്പൂണിട്ട് ഇളക്കാനൊന്നും പറ്റില്ല, മീനിൻ്റെ പീസ് ഉടഞ്ഞു പോവും. ഇപ്പോൾ പ്രോൺസ് ആയതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് തിക്കായിട്ട്, നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലോർ കൂടെ, ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്, അപ്പം കോൺഫ്ലോറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ലാസ്റ്റിൽ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ടൊമാറ്റോ വട്ടത്തിൽ അരിഞ്ഞത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് നമുക്ക് നാരങ്ങാ നീരൂടെ ചേർക്കാനുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ നാരങ്ങാ നീരൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഫൈനലായി.
നാരങ്ങാ നീരില്ലെങ്കിൽ വിനാഗിരി വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ഒന്നിങ്ങനെ അടച്ച് വെച്ചേക്കാം. അതിൻ്റെ ആ കറിയുടെ തന്നെ ചൂടിൽ ആ ടൊമാറ്റോയൊക്കെ ഒന്ന് ഇതിലോട്ട് സെറ്റാവും. ഇതേ പാത്രത്തിൽ തന്നെ വേണമെങ്കിലും വിളമ്പാൻ നമുക്ക്, അല്ലെങ്കിൽ വേറൊരു സെർവിങ് ബൗളിലോട്ടും മാറ്റാം. അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ ഇന്ന് തയ്യാറാക്കിയ പ്രോൺസ് മോളിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പം, ബ്രെഡ്, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനൂടെ മാത്രമല്ല, നമുക്ക് ഡിന്നറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.